വയനാട് മണിയൻകുന്നിൽ നിന്ന് കാണാതായ ലീലയെ കണ്ടെത്തി. RRT സംഘവും പോലീസും തണ്ടർബോൾട്ടും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വനത്തിന്റെ മലമുകളിൽ ലീലയെ കണ്ടെത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ 3 ദിവസം കാട്ടിൽ കഴിഞ്ഞ ലീല തിരിച്ചെത്തിയതോടെ ഏറെ സന്തോഷത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും. സന്തോഷത്തിലാണ് ലീലയുടെ കുടുംബം. ഇന്നലെ വൈകുന്നേരം തണ്ടർബോൾട്ട് അടക്കം തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ പ്രതീക്ഷയുടെ ഒരു തീനാളം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. വനംവകുപ്പ് RRT സംഘവും തണ്ടർബോൾട്ടും ഒപ്പം ഡ്രോൺ പരിശോധനയും നടത്തിയിട്ടും ലീലയെ ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. 2-3 ദിവസമായിട്ട് അമ്മ കാണാണ്ട് വളരെ ഒരുപാട് സന്തോഷമായി. നല്ല സഹകരണം ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചിട്ട് ഒരുപാട് നന്ദിയുണ്ട്. അമ്മയെ കിട്ടിയെന്നറിഞ്ഞപ്പോൾ സന്തോഷ കണ്ണീരാണ് ലാലുവിന്. ആനകളും കടുവയുമുള്ള വനപ്രദേശത്ത് നിന്ന് ലീലയെ കണ്ടെത്തൽ ഏറെ ദുഷ്കരമായിരുന്നു. ഇന്നലെ ഒരു വിവരം കിട്ടി. ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും ഇവരെ തെരഞ്ഞു പോയി. അങ്ങനെ അവരെ കണ്ടുകിട്ടി. വളരെ സന്തോഷമുണ്ട്. രാവിലെ 9:15 RRT സംഘം ലീലയെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത്. ഒരു തോർത്ത് കണ്ടു എന്നുള്ള തേനെടുക്കാൻ പോയ യുവാവിന്റെ സംശയമാണ് തണ്ടർബോൾട്ടിനെയും RRT സംഘത്തെയും ലീലക്കടുത്തേക്ക് നയിച്ചത്. നാട്ടുകാരും കൗൺസിലർമാരും എല്ലാം സന്തോഷത്തിലാണ്. സന്തോഷം കണ്ടുകിട്ടിയതിൽ 3 ദിവസമായി ഞങ്ങൾ ആ വനമേഖലയിൽ മണിയൻകുന്ന് പ്രദേശത്ത് നല്ല തെരച്ചിലായിരുന്നു. എല്ലാ ഫോഴ്സും ഉപയോഗിച്ച് നമ്മളവിടെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. തണ്ടർബോൾട്ടിൻ്റെയും RRTൻ്റെയും ഫോറസ്റ്റിൻ്റെ ഒക്കെ ഈ പറയുന്ന ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആ രവി എന്ന ആ കുട്ടിയെ കിട്ടിയതുകൊണ്ടാണ് നമുക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞത്. കാട്ടാനകളും കടുവകളുമുള്ള കാട്ടിൽ 2 പകലും 3 രാത്രിയും കഴിഞ്ഞ് ലീലാമ്മയെ കണ്ടെത്തിയിരിക്കുന്നു. ഏറെ അത്ഭുതകരമായി. തണ്ടർബോൾട്ടിനും വനം വകുപ്പിനും ഏറെ അഭിമാനിക്കാം. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ലീലാമ്മയെ അവർ കുടുംബാംഗങ്ങൾക്ക് തിരിച്ചു നൽകിയിരിക്കുന്നു. പിലാക്കാവിൽ നിന്നും PV ജോഷില.